ഞാനൊരു ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. യൂറിൻ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഇങ്ങനെ ചുട്ടുപൊകച്ചിലുണ്ടാവുക, വേദന ഉണ്ടാവുക, പിന്നെ യൂറിൻ കൊണ്ട് യൂറിൻ അവിടെ നിന്നിട്ട് ഇൻഫെക്ഷൻ വരിക, മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ വരിക. അപ്പം ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ പാലക്കാടൊരു ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. ഏകദേശം അവരൊരു 3 ബോട്ടിൽ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും മാറി എന്നാണ് പറഞ്ഞത്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചൂട് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് തണുത്ത ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കൂവപ്പൊടിയുടെ വെള്ളം അവർ നന്നായി കുടിച്ചു. അപ്പോൾ അതൊക്കെ യൂറിൻ പോകാനും ഒക്കെ കുറച്ചുകൂടി ഈസിയായി. പിന്നെ അതുപോലെ അവർക്ക് ഇൻഫെക്ഷൻ ഏരിയ, വൈജനൽ ഏരിയ എനിക്ക് കുറച്ച് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇൻഫെക്ഷൻ വന്നിട്ട് അപ്പം നമ്മളുടെ പിന്നെ പ്രിവ്യൂ വാഷ് അവർക്ക് കൊടുത്തു. അത് നല്ല റിസൾട്ടാണ് പറഞ്ഞത്. ഏകദേശം ഒരു 4-5 ദിവസം അവർ അടുപ്പിച്ച് എപ്പോഴൊക്കെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ അവർ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉള്ളിലേക്കൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതൊരു നല്ല റിസൾട്ടാണ്. പിന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മളത് കൊടുത്തിട്ട് അങ്ങനെയും നല്ല റിസൾട്ട് ഉണ്ട്. ഏകദേശം ഒരു 2 ബോട്ടിൽ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ല റിസൾട്ടാണ്, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ മൂത്രത്തിന് കല്ല് മാത്രമല്ല, കിഡ്നി സ്റ്റോൺ അതിന് മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഓക്കെ. കൂടുതൽ പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.